കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയിട്ടുണ്ടായിരുന്ന എപ്പിസോഡ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ ബാക്കി കൂടി ഇതിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, പുതിയ എപ്പിസോഡും 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഗുവോണും വീട്ടിലെത്തി കഴിയുമ്പോഴത്തേക്കും അവിടെ ഡോഹി ഉണ്ടായിരുന്നില്ല. ഡോഹി ആകട്ടെ മാടച്ചോനെ കാണുവാനായിട്ട് പോയതായിരുന്നു. ഇനി സന്തോഷമായിട്ടിരിക്കുന്ന സമയത്തായിരുന്നു മാടച്ചോനെ കാണുവാനായിട്ട് വരണമെന്ന് ഡോഹി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അവൾ ഒട്ടും തന്നെ സന്തോഷത്തിലല്ലെങ്കിൽ പോലും മാടച്ചുവിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുവാനാണ് അവൾ എത്തിയിട്ടുള്ളത്. പണ്ട് നടന്ന കാര്യങ്ങളെക്കുറിച്ച് മാടച്ചു തുറന്നു പറയുകയായിരുന്നെങ്കിൽ ഞാൻ ഗുവോണിനെ സ്നേഹിക്കുമായിരുന്നുവെന്ന് അവളും ചോദിക്കുന്നു. അതെല്ലാം തന്നെ കേൾക്കുന്ന ഗുവോണും പെട്ടെന്ന് തന്നെ അവിടെ നിന്നും പോകുന്നു. എന്റെ അച്ഛൻ ഗുവോന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു ആഗ്രഹം എന്തായിരിക്കും? എന്തായാലും ഞാനത് കണ്ടെത്തുക തന്നെ ചെയ്യും. ഗുവോൺ ഒരു പക്ഷേ എന്റെ അച്ഛന്റെ ജീവൻ തന്നെ രക്ഷിച്ചോ എന്ന കാര്യവും നമുക്ക് പറയുവാനായിട്ട് കഴിയുകയില്ലല്ലോ എന്നായിരുന്നു അവളും മാടച്ചുവിന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ മറ്റൊരു കോൺട്രാക്ട് ഒക്കെ തീർന്നു എന്ന ഒരു നോട്ടിഫിക്കേഷൻ ഒക്കെ അവന് വരികയാണ്. ഡോഹിയും സൺവോൾ ഫൗണ്ടേഷനിലേക്ക് എത്തി കഴിയുമ്പോഴത്തേക്കും അവിടെ ഗായം കൊണ്ടായിരുന്നു. അവളുടെ ഏറ്റവും ഒടുവിലത്തെ പെർഫോമൻസ് ഒക്കെ നടക്കുന്ന ദിവസമായിരുന്നു അന്ന്. എന്തായാലും ഗുവോണും ഡോഹിയും സന്തോഷമായിട്ടൊക്കെ ഇരിക്കണമെന്നതായിരുന്നു ഗായങ്ങിന്റെ ആഗ്രഹം. ഡോഹിയുടെ കമ്പനിയിലെ സ്റ്റാഫ്സും ഇപ്പോൾ പ്രൊമോഷന്റെ ഭാഗമായിട്ട് അവിടെ ഓരോ പ്രൊഡക്ട്സ് ഒക്കെ വിൽക്കുവാനായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ സെക്രട്ടറി ഓരോ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അതെല്ലാം ഞാൻ എടുത്തുകൊണ്ട് പോകാമെന്നൊക്കെ പറഞ്ഞ് മോക്കിയും സെക്രട്ടറിനെ ഹെൽപ്പ് ചെയ്യുവാനായിട്ട് നോക്കുന്നു. അങ്ങനെ ബോക്കിയോ സെക്രട്ടറിയുടെ കൈയൊക്കെ പിടിച്ച് നിൽക്കുമ്പോഴത്തേക്കും ആയിരുന്നു സീനിയർ സ്റ്റാഫും ഞങ്ങൾ രണ്ടുപേരും വഴക്കൊക്കെ ഉണ്ടാക്കാതെ ഇങ്ങനെ നിൽക്കുന്നത് കാണുവാൻ തന്നെ നല്ലൊരു രസമാണെന്നൊക്കെ പറഞ്ഞ് അവിടേക്ക് എത്തുന്നത്. പക്ഷേ സ്റ്റാഫിനെ കണ്ട് കഴിയുമ്പോൾ തന്നെ സെക്രട്ടറിയും അതെല്ലാം തന്നെ എടുത്തോണ്ട് പോകുന്നു. ഡോഹിയും ഇപ്പോൾ ബോക്യുനെ കാണുവാനായിട്ട് എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഗോണും ഒരു ഡീലൊക്കെ നടത്തുവാനായിട്ട് പോയിരിക്കുകയാണെന്നുള്ള കാര്യം ഡോഹിയും ബോക്യുനെ അറിയിക്കുന്നു. ബോക്യുനോട് കുറച്ച് കാര്യങ്ങളൊക്കെ ഡോഹിക്ക് സംസാരിക്കുവാനായിട്ടുണ്ടായിരുന്നു. പക്ഷെ ബോക്യും വളരെയധികം ബിസി ആയിരുന്നത് കൊണ്ട് തന്നെ ഒരു കാര്യം ചെയ്യ, നീ ഓഫീസിലേക്കൊക്കെ പോയിരിക്കെ, ഞാൻ അവിടേക്ക് വന്നേക്കാമെന്ന് പറഞ്ഞ് ബോക്യും ഡോഹിനെ പറഞ്ഞയക്കുന്നു. ബോക്യും ആ ഒരു തിയേറ്ററിലേക്കൊക്കെ ഒരാൾ ഓടിക്കേറുന്നത് കാണുന്നുണ്ട്. ഡോഹിയും ഗുവോന്റെ റൂമിന്റെ അകത്തേക്കൊക്കെ കയറി ചെന്ന് കഴിയുമ്പോഴത്തേക്കും നേരത്തെ അവർ ഒന്നിച്ച് അവിടെ നിന്നിട്ടുണ്ടായിരുന്നതിനെ കുറിച്ചൊക്കെ അവൾ ഓർക്കുന്നു. അങ്ങനെ ഇരിക്കെ ആയിരുന്നു ആ ഒരു സ്ത്രീ റൂമിലേക്കൊക്കെ ഓടിക്കേറി വന്നിട്ടുണ്ടായിരുന്നത്. മറ്റൊരു ഡീലൊക്കെ ചെയ്യുവാനായിട്ട് ഞാൻ തയ്യാറാണെന്ന് അവളും വിളിച്ചു പറയുന്നു. അപ്പോഴേക്കും ഗുവോണും അവിടെ എത്തുകയാണ്. 10 വർഷം മുമ്പ് ഞാനും ഒരു ഡീലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഇതുവരെ എനിക്ക് കിട്ടിയിട്ടുള്ള പണവും സമ്പാദ്യവും എല്ലാം തന്നെ നിനക്ക് തിരികെ നൽകുവാനായിട്ട് ഞാൻ തയ്യാറാണ്. എനിക്കിതൊന്നുമല്ല ആവശ്യമായിട്ടുണ്ടായിരുന്നതെന്ന് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത്. ഓരോ ദിവസവും നിന്നെ വീണ്ടും കണ്ടുമുട്ടണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. എന്തായാലും എനിക്ക് എന്റെ ജീവൻ മാത്രം മതിയെന്നൊക്കെ പറഞ്ഞ് അവളും ഗുവോന്റെ കൈയും കാലും ഒക്കെ പിടിച്ചോണ്ടിരിക്കുകയാണ്. ഞാനൊരു ഡെവിളാണ്, എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ഏഞ്ചലായിട്ടൊക്കെ നിനക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവളെ കളിയാക്കിക്കൊണ്ടായിരുന്നു ഗുവോൺ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അവൾ ഗുവോന്റെ കാല് പിടിക്കുന്നുണ്ടെങ്കിൽ പോലും ഗുവോണും അവളെ കൊല്ലുകയാണ്. ആ ഒരു കാഴ്ച എല്ലാം തന്നെ കാണുന്ന ഡോഹിയും മൊത്തത്തിൽ ഞെട്ടി നിൽക്കുന്നു. ഡെവിൾ എന്നാൽ ഇങ്ങനെയാണെന്ന് കൂടി ഗുവോൺ അവളെ നോക്കിക്കൊണ്ട് പറയുന്നു. അപ്പോഴായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഒരു ക്ലോക്ക് ഒക്കെ നിൽക്കുന്നത് അവൾ കാണുന്നത്. അവളും ക്ലോക്കിന്റെ അടുത്തേക്ക് പോയി നോക്കുമ്പോഴത്തേക്കും ആയിരുന്നു അതിലും ഓരോ ആൾക്കാരുടെ പേരൊക്കെ ഉണ്ടെന്നുള്ള കാര്യം അവൾ മനസ്സിലാക്കുന്നതും. പെട്ടെന്ന് അവളുടെ കൺമുമ്പിൽ വെച്ച് തന്നെ ആ ഒരു ക്ലോക്കും ഇല്ലാതായി പോകുന്നത് കാണുമ്പോഴത്തേക്കും അവൾക്ക് മനസ്സിലാക്കുകയാണ് ഗുവോണുമായിട്ട് ഡീൽ ചെയ്ത ഓരോ ആൾക്കാരെയും സൂചിപ്പിക്കുന്നതാണ് ആ ഒരു ക്ലോക്ക്. ആരൊക്കെ മരിക്കുന്നുവോ അപ്പോഴായിരിക്കും ക്ലോക്കും ഇല്ലാതാക്കുക. അങ്ങനെയാണെങ്കിൽ എന്റെ അച്ഛനും ഗുവോണുമായിട്ട് ഡീൽ ചെയ്ത സമയത്ത് ഇവിടെ അച്ഛന്റെ പേരിലും ഒരു ക്ലോക്ക് ഒക്കെ ഉണ്ടായിരിക്കുകയില്ല എന്നും അവൾ ഓർത്തു നോക്കുന്നു. ബോക്യു ഗുവോണിനെ കാണുവാനായിട്ട് എത്തി കഴിയുമ്പോഴത്തേക്കും കോൺട്രാക്ട് ഒക്കെ തീരുന്ന ഒരാളാകട്ടെ എന്റെ ഓഫീസിലേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാനും അയാളെ കൊന്നതിന് ശേഷമാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഡോഹിയും അതേ ഓഫീസിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നല്ലോ, എന്നിട്ടും നീ ഡോഹിനെ കണ്ടില്ല എന്നൊക്കെ ഗുവോന്റെ അടുത്ത് ബോക്യുവും ചോദിക്കുന്നു. ഡോഹിയും അവിടെ നിന്നും ഓടി വരുമ്പോഴത്തേക്കും വഴിയിൽ വെച്ച് സ്യോഹുനെ കാണിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഗുവോൺ ഡോഹിയുടെ അടുത്തേക്കൊക്കെ നടക്കുമ്പോഴത്തേക്കും അവളും പേടിച്ച് പിന്നോട്ടൊക്കെ പോകുന്നു. സ്യോഹോണും ഡോഹിനെയും കൂട്ടിക്കൊണ്ട് ഇപ്പോൾ ഓഫീസിലൊക്കെ പോയിരുന്ന് സംസാരിക്കുകയാണ്. ഞാൻ സ്നേഹിച്ച എല്ലാവരും തന്നെ ഇപ്പോൾ നരകത്തിലാണ് ഉള്ളതെന്നൊക്കെ പറഞ്ഞ് ഡോഹിയും കരയുകയാണ്. ഞാൻ കാരണമാണ് ഡോഹിക്ക് ഈ ഒരു അവസ്ഥ വന്നതെന്നൊക്കെ പറഞ്ഞ് ഗോഡിന്റെ അടുത്തിരുന്ന് ഗോൺ വിഷമിക്കുമ്പോഴത്തേക്കും ഗോഡും അവനെ സമാധാനപ്പെടുത്തുന്നു. ഡോഹി ഗോണിനെ കുറിച്ചും ഗോൺ ഡോഹിനെ കുറിച്ചും ഒരുപോലെ ആലോചിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ഇത്തവണ ഓഫീസൊക്കെ വിട്ട് ഡോഹി വരുമ്പോഴത്തേക്കും ഡോഹിക്ക് വേണ്ടി ഗോണും കാത്തു നിന്നിട്ടുണ്ടായിരുന്നു. ഗോണും ഡോഹിനെ കൂട്ടിക്കൊണ്ടൊന്ന് നടക്കുവാനായിട്ടൊക്കെ പോകുന്നു. നമുക്ക് എന്തായാലും ക്രിസ്മസ് ട്രീ ഒക്കെ ഇന്ന് അലങ്കരിച്ച് വെക്കാമെന്നൊക്കെ ഡോഹി ഗോണിന്റെ അടുത്ത് പറയുമ്പോഴത്തേക്കും ഗോണും അത് തനിക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് അവളെ അറിയിക്കുന്നു. ഈ ക്രിസ്മസ് നമുക്ക് ഒന്നിച്ച് ആഘോഷിക്കുവാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീയും നരകത്തിലേക്ക് പോകാതെ നിന്നെ തന്നെ രക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അത്രയും പറഞ്ഞ് ഗുവോണും അവളുടെ കൈയൊക്കെ വെടിയിപ്പിച്ച് തനിയെ നടന്നു പോകുകയാണ്. കുറച്ചുനേരം കഴിയുമ്പോഴത്തേക്കും അവളും ഗുവോന്റെ പേരൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷെ ഗുവോൺ അവിടെ നിന്നും പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു സീനോട് കൂടി ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനി അടുത്ത എപ്പിസോഡ് തുടങ്ങുമ്പോഴത്തേക്കും
പിന്നീട് ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നു. ഡോഹിയും സാധാരണ പോലെയൊക്കെ ജീവിച്ചു തുടങ്ങിയിരിക്കുകയാണ്. എങ്കിൽ പോലും കുവോണിനെ കുറിച്ച് അവൾ എപ്പോഴും ആലോചിക്കും. ഡോഹിയും കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സംസാരിക്കുവാനായിട്ട് ചീഫ് പ്രോസിക്യൂട്ടറിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. പണ്ട് ഡോഹി ഒരാളെ ബ്ലൈൻഡ് ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അയാളാണ് ഇപ്പോൾ അവിടെയുള്ള പ്രോസിക്യൂട്ടറും. നോ ആകട്ടെ മിസ്സിംഗ് ആയിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിരിക്കുകയാണ്. ഇതുവരെയായിട്ടും അവന്റെ ബോഡി കണ്ടുകിട്ടിയിട്ടില്ല. അവൻ മരിച്ചു കാണുമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഈ ഒരു കേസും അവസാനിപ്പിക്കുവാനായിട്ട് പോകുകയാണെന്ന് പ്രോസിക്യൂട്ടറും അവളെ അറിയിക്കുന്നു. മാഡം ചു മരിച്ചതുമായി ബന്ധപ്പെട്ട ഒരുപാട് ദുരൂഹതയൊക്കെ ഇപ്പോഴും ബാക്കിയുണ്ട്. സുക്മിൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതൊരു കേസായിട്ടൊക്കെ എടുത്ത് ഒന്നും കൂടി ഒന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൂടെ എന്നൊക്കെ അവൾ ചോദിക്കുമ്പോഴത്തേക്കും അവനും ഇൻവെസ്റ്റിഗേറ്റ് ഒക്കെ ചെയ്ത എല്ലാ സത്യങ്ങളും പുറത്തു കൊണ്ടുവരുന്നതായിരിക്കുമെന്നൊക്കെ അവൾക്ക് വാക്ക് നൽകുന്നു. നമ്മൾ വീണ്ടും കണ്ടുമുട്ടിയ സന്തോഷത്തിൽ ഒരു സെൽഫിയൊക്കെ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവനും അവളുടെ ഫോട്ടോ ഒക്കെ എടുക്കുവാനായിട്ടും ശ്രമിക്കുന്നുണ്ട്. സുവാനും ഇപ്പോൾ മൊത്തത്തിൽ തകർന്നൊക്കെയാണ് ഇരിക്കുന്നത്. മക്കളും ഓരോരോ കുസൃതികളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ പോലും അവളും അതൊന്നും തന്നെ ശ്രദ്ധിക്കാതെ ഇരിക്കുമ്പോഴത്തേക്കും മക്കൾക്ക് ഒരുപാട് വിഷമമായിട്ട് അമ്മേനെ കെട്ടിപ്പിടിച്ചൊക്കെ കരയുന്നു. സ്റ്റാഫ്സ് ഒന്നിച്ചിരുന്നൊക്കെ സംസാരിക്കുകയാണ്. ഇതുപോലെ പണക്കാരൊക്കെ ആകട്ടെ അവരുടെ ആത്മാവിനെ ഡെവിളിന് വിറ്റതിന് ശേഷം ആയിരിക്കും സക്സസ്ഫുൾ ആയി മാറുക. അതുകൊണ്ട് തന്നെയാണ് സുഖിന്റെ ബോഡിയും ഇപ്പോൾ കിട്ടാത്തതെന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഡോഹി മാത്രം അങ്ങനെയല്ല. അവളാകട്ടെ മറ്റൊരു ഫാമിലിയിലുള്ള ആളായതുകൊണ്ട് തന്നെ അവളും വ്യത്യസ്തമായിട്ടുള്ള ഒരു വ്യക്തിയാണെന്നൊക്കെ അവർ പറയുന്നുമുണ്ട്. ഇപ്പോൾ ഗുവോണിനെ കണ്ടിട്ടും കുറെ ദിവസങ്ങളൊക്കെ ആയിട്ടുണ്ടല്ലോ, അവരും ഗുവോണിനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഡോഹിയും ഗുവോണും തമ്മിൽ വല്ല അടിയും ഉണ്ടായി കാണുമോ എന്നൊക്കെ അവരും സംശയിക്കുന്നു. ഗുവോൺ ഇല്ലാതെ ബോക്കു ഇത്രയും നാളൊന്നും ഇരുന്നിട്ട് പോലുമില്ല. ഇപ്പോഴാകട്ടെ ഗുവോൺ പോയതിനെ കുറിച്ചൊക്കെ അവൻ ഓർത്തു നോക്കുന്നു. ഗുവോൺ പോകുന്നതിന് മുമ്പായിട്ട് ഡയറക്ടർ സ്ഥാനമൊക്കെ ബോക്കുവിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഒരു സ്ഥാപനമൊക്കെ നീ വേണം നോക്കുവാൻ. ഞാൻ ഇല്ലാതെ തന്നെ ഡോഹിക്ക് ഒരു ഹാപ്പി എൻഡിങ് ഉണ്ടായതിനു ശേഷം മാത്രമേ ഞാൻ ഇവിടേക്ക് തിരിച്ചു വരികയുള്ളൂ എന്ന് ഗുവോൺ പറഞ്ഞിട്ടുമുണ്ടായിരുന്നു. ഇനി ഗുവോന്റെ മാലയും അവന് നൽകിയിട്ടാണ് പോയത്. നീ എന്റെ ലൈഫിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് എന്താകുമെന്നൊക്കെ ഞാൻ ഒരുപാട് തവണ ആലോചിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് എന്റെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ ഞാൻ കൂടുതലായിട്ട് മനസ്സിലാക്കിയത്. എന്റെ സ്വഭാവം വെച്ച് എനിക്ക് മനുഷ്യരായിട്ടുള്ള ആരുമായിട്ട് കമ്പനി കൂടുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ എന്തൊക്കെ വന്നിട്ടുണ്ടെങ്കിലും നിന്റെ അടുത്തേക്ക് തന്നെ ഞാൻ എത്തിച്ചേരുന്നതായിരിക്കുമെന്ന് പോകുന്നതിന് മുമ്പായിട്ട് ഗായങ്ങും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവളും ഗുവോന്റെ അടുത്തൊരു കഥയൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഒരു തേളും ഒരു തവളയും ഉണ്ടായിരുന്നു. വെള്ളത്തിൽ കിടന്ന ഒരു തവളയോട് എന്നെ ഇവിടെ നിന്നും മറുകരയിലേക്ക് എത്തിക്കാമോ എന്നൊക്കെ തേളും ചോദിക്കുന്നു. പക്ഷെ ഈ തേളെങ്ങാനും തന്നെ കുത്തിയാലോ എന്നൊക്കെ തവളയ്ക്ക് സംശയമുണ്ടായിരുന്നു. തേളാകട്ടെ ഒരിക്കലും അവനെ ഉപദ്രവിക്കുകയില്ല എന്ന് അവന് വാക്കും നൽകി. അങ്ങനെ തവളയും തേളിനെയും ചുമന്നുകൊണ്ട് കുറച്ചു ദൂരമൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും പേടി കാരണം തേൾ അവനെ ആഞ്ഞു കുത്തിയിട്ടുണ്ടായിരുന്നു. നീ എന്തിനാണ് എന്റെ അടുത്ത് അങ്ങനെ ചെയ്തത്? ഇപ്പോൾ നമ്മൾ രണ്ടുപേരും മരിക്കാനായിട്ട് പോകുകയല്ലേ എന്നൊക്കെ തവള തേളിന്റെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും തേളും വിഷമത്തോടു കൂടി തന്നെ എനിക്കിതിൽ ഒന്നും ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല, എന്റെ നേച്ചർ ഇങ്ങനെയാണ് എന്നൊരു മറുപടിയൊക്കെ ആരൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞാനും അതുപോലെ തന്നെ ആണെന്ന് ഗായങ്ങും ഗുവോന്റെ അടുത്ത് പറയുന്നു. ഗുവോണിനെ കുറിച്ച് ഗായങ്ങും ആലോചിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നു. ഇനി പഴയ ആ ഒരു മാലയൊക്കെ കാണുന്ന ബോക്യു ആകട്ടെ ഒരു പക്ഷെ ഈ ഒരു മാലയൊക്കെ ഞാൻ ഡോഹിക്ക് നൽകുകയാണെങ്കിൽ അവളും അത് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് നോക്കുമോ എന്നൊക്കെ സംശയിക്കുകയാണ്. പിന്നീട് അതൊന്നും വേണ്ട എന്ന് അവൻ തന്നെ തീരുമാനിക്കുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഗ്യാങ്സ്റ്റർ ടീമും ഗുവോണിനെ അന്വേഷിച്ചുകൊണ്ട് ഓഫീസിലേക്കൊക്കെ എത്തുന്നത്. ബോക്യുവും ആദ്യം ഒളിച്ചിരിക്കുന്നുണ്ടെങ്കിലും അവർ ബോക്യുവിനെയും കണ്ടെത്തുകയാണ്. അവരും ഒരു റെസ്റ്റോറന്റ് തുടങ്ങിയതിനെ കുറിച്ചൊക്കെ ബോക്യുവിന്റെ അടുത്ത് പറയുകയാണ്. ബോക്യുവും ഹാപ്പി ആകുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഗുവോൺ എവിടെ പോയതാന്നൊക്കെ അവർ ചോദിക്കുമ്പോഴത്തേക്കും നടന്ന കാര്യങ്ങളെ കുറിച്ചെല്ലാം തന്നെ ബോക്യുവും അവരോട് പറയുന്നു. അതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും കരഞ്ഞുകൊണ്ടായിരുന്നു അവരും അവിടെ നിന്ന് ഇറങ്ങി പോന്നിട്ടുണ്ടായിരുന്നത്. ഡോഹിയും ശരിക്കും ഫുഡൊന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ സെക്രട്ടറിക്കും അതൊക്കെ ഓർത്ത് ഒരുപാട് വിഷമമുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ സെഹോണും അവൾക്ക് കഴിക്കാനായിട്ടുള്ള ഫുഡൊക്കെ ആയിട്ട് ഓഫീസിലേക്ക് എത്തുന്നു. കമ്പനിയുടെ പുതിയ ബ്രാഞ്ചൊക്കെ അവർ അമേരിക്കയിലും തുടങ്ങുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. സോ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചതിന് ശേഷം ഗുവോണിനെ കുറിച്ച് കൂടി സെഹോൺ ചോദിക്കുന്നു. ഞങ്ങൾ കോൺട്രാക്ട് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് അവന്റെ ടാറ്റു തിരിച്ചു കിട്ടുവാനും ആ ഒരു കില്ലറിനെ കണ്ടുപിടിക്കുവാനായിട്ടുമായിരുന്നു. ഇപ്പോൾ ആകട്ടെ കോൺട്രാക്ട് ഒക്കെ അവസാനിച്ചത് കൊണ്ടാണ് അവനും മടങ്ങിപ്പോയിട്ടുള്ളതെന്ന് ഡോഹിയും സെഹോണെ അറിയിക്കുകയാണ്. അപ്പോൾ ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.